സവർക്കർ വിഷയത്തില് കാര്യങ്ങൾ കൈവിട്ടു പോകുമ്പോൾ ആർക്കാണ് സവർക്കറെ പഠിപ്പിക്കരുത് എന്നുള്ള എന്താണ് എയിം എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. സവർക്കറെ പഠിപ്പിക്കരുത് എന്നുള്ളതാണോ, അല്ലെങ്കിൽ സവർക്കറുടെ ചരിത്രരേഖകളിൽ സവർക്കർ എന്ന് പറയുന്ന പേര് വരരുത് എന്നുള്ളതാണോ? അതിന്റെ പേരിൽ, ഒരു ചോദ്യത്തിന്റെ പേരിൽ മാത്രം, അതും സ്കൂൾ തലത്തിൽ വന്നൊരു ചോദ്യത്തിന്റെ പേരിൽ മാത്രം ഒരു അധ്യാപകനെ സസ്പെൻഡ് ചെയ്തു എന്നുള്ളതാണ് ഇപ്പോഴത്തെ വിഷയം വരുന്നത്. ഇതിപ്പോ സസ്പെൻഷൻ നടപടി എന്ന് പറയുന്നതിനെ അപലപിക്കാമെങ്കിലും അപ്പുറത്ത് ന്യൂമാൻസിലൊക്കെ വെട്ടിയതുപോലെ ഒരു കൈ പോയില്ലല്ലോ. ഇതുപോലെ തന്നെ ഒരു കത്തെഴുതിയ ന്യൂമാൻസിൽ കൈ പോയതുപോലെ, ജോസഫ് മാഷിന്റെ കൈ പോയതുപോലെ കൈ വെട്ടിക്കളഞ്ഞില്ലല്ലോ എന്ന് കൈവെട്ടിയില്ലല്ലോ. അതിലും നല്ലത് സർക്കാർ തീരുമാനിച്ചിട്ടുണ്ടാവും ഒരു സസ്പെൻഷനിലായിരിക്കാം. കൂടുതൽ വർഗീയ കലാപങ്ങളിലേക്ക് പോകാതെ ഒരു നടപടിയിൽ ഒതുക്കിയത് നന്നായി എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. പിന്നെ ആ സസ്പെൻഷൻ നടപടി തെറ്റോ ശരിയോ എന്നുള്ളതിലേക്കാണ് കാര്യങ്ങൾ ചോദ്യം വരുന്നത്. ചോദ്യം ഇതായിരുന്നു, ബ്രിട്ടീഷുകാരുടെ കയ്യിൽ നിന്ന് ഏറ്റവും കൂടുതൽ ശിക്ഷ ലഭിച്ച സ്വാതന്ത്ര്യ സമര സേനാനി ആരാണെന്നുള്ളതാണ്. ഏറ്റവും കൂടുതൽ കാലം ജയിലിൽ കഴിഞ്ഞത് ആരാണെന്നല്ല ചോദ്യം, ഏറ്റവും കൂടുതൽ കാലം തടവ് ശിക്ഷ ലഭിച്ച സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ്. അവര് ഓപ്ഷൻസും കൊടുത്തു. റഷ്യ സർദാർ വല്ലഭായ് പട്ടേൽ, ഇംഗ്ലണ്ട് അമൃത്സർ വി ഡി സവർക്കർ. അപ്പം വി ഡി സവർക്കർ ആണ് യഥാർത്ഥത്തിൽ ബ്രിട്ടീഷുകാരുടെ കയ്യിൽ നിന്ന് ഏറ്റവും കൂടുതൽ തവണ ജയിലിൽ കിടന്ന ആളല്ല, തടവ് ശിക്ഷ ലഭിച്ച ഒരു വ്യക്തി എന്ന് പറയുന്നത്. 50 വർഷം ഇരട്ട ജീവപര്യന്തമാണ് 25 സവർക്കറിന് ലഭിച്ചിട്ടുള്ളത്. ഇതൊരു യാഥാർത്ഥ്യമാണ്. ഇത് ഇങ്ങനെ തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് ഈ ചോദ്യത്തിൽ ഒരു തരത്തിലുള്ള തെറ്റും ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കോടതിയിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ സർക്കാരിന് തിരിച്ചടി ഉണ്ടാകാനുള്ള സാധ്യത പോലും ഉണ്ട്. പക്ഷെ ഐശ്വര്യ തുടക്കത്തിൽ പറഞ്ഞതുപോലെ സർക്കാരിന് യഥാർത്ഥത്തിൽ നമ്മളിപ്പോ അനുമോദിക്കുകയാണ്. കാരണം കൈവെട്ടുന്നത് ഒഴിവാക്കിയല്ലോ, സസ്പെൻഷൻ കൊടുത്തിട്ട് കൈവെട്ടുന്നത് ഒഴിവാക്കിയല്ലോ. അതുകൊണ്ട് തീർച്ചയായിട്ടും അഭിനന്ദനാപൂർവമായിട്ടുള്ള ഒരു നടപടി തന്നെയാണ് UDF സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത് എന്ന് പറയാതിരിക്കാൻ വയ്യ. സവർക്കറിനെ നമുക്ക് പല രീതിയിൽ മനസ്സിലാക്കാം. ഐഡിയോളജിക്കൽ ഹേറ്റ്രിഡ് വെച്ചിട്ട് മാത്രമാണ് നിങ്ങൾ സവർക്കറിനെ മനസ്സിലാക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും സവർക്കറിനെ മനസ്സിലാക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. ഒരു ഇസ്ലാമിസ്റ്റ് സവർക്കറിനെ വായിക്കുന്നത് എങ്ങനെയായിരിക്കും? ഒരു ഇസ്ലാമിസ്റ്റ് കണ്ണിൽ കൂടെ അല്ലെങ്കിൽ ആ ലെൻസിൽ ഇട്ടുകൊണ്ട് മാത്രമേ ഒരു ഇസ്ലാമിസ്റ്റിന് സവർക്കറിനെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഈ സ്യൂഡോ ലെഫ്റ്റ് ആയിട്ടുള്ള, അതായത് അന്തം കമ്മികളായിട്ടുള്ള കുറേ ആളുകളുണ്ട്. ഇവർക്കും സവർക്കറിനെ അവരുടേതായ അന്തം കണ്ണിൽ അല്ലെങ്കിൽ ആ ഒരു ലെൻസ് ഉപയോഗിച്ചിട്ട് മാത്രമേ സവർക്കറിനെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. സവർക്കറിനെ യഥാർത്ഥത്തിൽ മനസ്സിലാക്കണമെങ്കിൽ ഈ രണ്ട് ആളുകളുടെയും അഭിപ്രായങ്ങൾ നമ്മുടെ തലയിൽ കയറാതെ വളരെ ഓപ്പൺ ആയിട്ട് പ്ലെയിൻ ആയിട്ട് സവർക്കറിനെ നമ്മൾ വായിക്കണം, മനസ്സിലാക്കണം. എങ്കിലേ കൃത്യമായിട്ട് ആരാണ് സവർക്കർ എന്ന് പറയുന്ന ഒരു റീഡിങ് പോസിബിൾ ആവുള്ളൂ എന്നുള്ളതാണ്. അല്ലെങ്കിൽ നമ്മൾ ഭയങ്കരമായിട്ട് പ്രജുഡിസ്ഡ് ആയി പോവും സവർക്കർ ആരാണ് എന്നുള്ള കാര്യത്തിൽ. എൻ്റെ കുറേ അധികം സുഹൃത്തുക്കളുണ്ട്. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് സവർക്കർ ഷൂ നക്കി എന്ന് പറഞ്ഞിട്ട് പോസ്റ്റ് ഇടും. പിന്നെ അങ്ങനെയുള്ള ഭയങ്കര വർത്തമാനമായിരിക്കും സവർക്കറിനെ പറ്റിയിട്ട്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട്. ഒരു പുസ്തകം പോലും സവർക്കറിനെ പറ്റിയിട്ട് വായിച്ചിട്ടില്ല. സവർക്കർ ആരാണെന്ന് കൃത്യമായിട്ട് അറിയില്ല. ഈ അടിമക്കമ്മികൾ ഇഞ്ചക്ട് ചെയ്യുന്ന അഭിപ്രായങ്ങൾ കേട്ടിട്ട് ആ അഭിപ്രായത്തിന്റെ പുറത്ത് മാത്രം സവർക്കറിനെ മനസ്സിലാക്കുന്ന കുറേയധികം ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത് പറഞ്ഞത്. സവർക്കറിനെ നമ്മൾ വായിക്കുമ്പോൾ ഓപ്പൺ ആയിട്ട് തുറന്ന മനസ്സോടുകൂടി സവർക്കറിനെ വായിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുള്ളൂ എന്നുള്ളതാണ്. സവർക്കറിന്റെ ജീവിതത്തിൽ കുറേയധികം ഫേസുകളുണ്ട്. ഒന്ന്, അദ്ദേഹം ലണ്ടനിലേക്ക് പഠിക്കാനായിട്ട് പോകുന്നു. അവിടുന്ന് അഭിനവ് ഭാരതി എന്ന് പറയുന്ന സീക്രട്ട് സൊസൈറ്റിയുടെ ഭാഗമായിട്ട് കുറേയധികം റവല്യൂഷണറി പ്രവർത്തനം അദ്ദേഹം നടത്തുന്നുണ്ട്. പിന്നീട് അദ്ദേഹം ജയിലിലേക്ക് അദ്ദേഹത്തെ തടവ് ശിക്ഷ നൽകി. ഇവര് 1910 സവർക്കറിനെ അറസ്റ്റ് ചെയ്യുന്നു. അറസ്റ്റ് ചെയ്തിട്ട് ജയിലിൽ അത്രയും വലിയ നരകയാതനയാണ് സവർക്കർ അനുഭവിക്കുന്നത്. മറ്റ് തടവ് ശിക്ഷയ്ക്കായിട്ട് അവിടെ കൊണ്ടുവന്ന ആളുകളൊന്നും അനുഭവിക്കാത്ത അത്രയും ക്രൂരമായിട്ടുള്ള ബ്രൂട്ടലായിട്ടുള്ള പീഡനങ്ങളാണ് ബ്രിട്ടീഷുകാരുടെ ഭാഗത്ത് നിന്ന് സവർക്കർ അനുഭവിക്കുന്നത്. ഇതൊരു ഫേസാണ് സവർക്കറിന്റെ. പിന്നീടുള്ള ഒരു ഫേസ് എന്ന് പറയുന്നത് ഈ ജയിലിൽ നിന്ന് പുറത്തു വന്നതിന് ശേഷം സവർക്കറുടെ ഒരു ഫേസാണ്. അങ്ങനെ 3 വിവിധ തരത്തിലുള്ള മുഖങ്ങളുള്ള ഒരാളാണ് സവർക്കർ എന്ന് പറയുന്ന ഒരാള്. ഈ നമ്മുടെ ഇന്ത്യൻ മണ്ണിൽ നിന്ന് ബ്രിട്ടനിൽ പോയിട്ട് ലണ്ടനിൽ പോയിട്ട് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ അധികം ആളുകളെ കാണിച്ചു തരാൻ പറ്റില്ല. സുഭാഷ് ചന്ദ്രബോസിനെ പോലുള്ള ആളുകളുണ്ട്, എങ്കിലും അധികം ആളുകളെ നമുക്ക് കാണിച്ചു തരാൻ പറ്റില്ല. അത്തരത്തിലുള്ള ഒരാളായിരുന്നു സവർക്കർ എന്ന് പറയുന്ന ഒരാൾ. അപ്പം സവർക്കറിനെ നമ്മൾ എങ്ങനെ വായിക്കണം എന്നുള്ളത് വളരെ കൃത്യമായിട്ട് മനസ്സിലായി. സവർക്കറെ ഇത്തരത്തിൽ രാഷ്ട്രീയമായിട്ട് മാറ്റി നിർത്തേണ്ട ഒരു കാര്യം എന്താണെന്ന് എനിക്ക് മനസ്സിലായി. സവർക്കറെ പിന്തുണച്ചവരിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരുമുണ്ട്. 1957 പാർലമെന്റിൽ ഒരു പ്രമേയം വന്നു. സവർക്കറിന് ഒരു പ്രത്യേക
ഒരു പരിഗണന നൽകണം, അദ്ദേഹത്തെ ആദരിക്കണം എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ആ ഒരു പ്രമേയം. അത് വോട്ടിനിട്ടപ്പോൾ 78ഓളം വരുന്ന ആളുകൾ എഗെയിൻസ്റ്റ് ആയിട്ട് വോട്ട് ചെയ്തു. ഏതാണ്ട് 48ഓളം വരുന്ന ആളുകൾ അനുകൂലിച്ചുകൊണ്ട് വോട്ട് ചെയ്തു. അങ്ങനെ സവർക്കറിനെ പിന്തുണച്ചുകൊണ്ട് അദ്ദേഹത്തിന് അനുകൂലമായിട്ട് വോട്ട് ചെയ്ത ഒരാളാണ് മഹാനായിട്ടുള്ള AKG, ആയില്യത്ത് കുട്ടിയേരി ഗോപാലൻ എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് ആചാര്യനായിട്ടുള്ള AKG. അപ്പം പണ്ട് കാലത്ത് സംഘപരിവാറിലെ അല്ലെങ്കിൽ ഹിന്ദുത്വവാദിയായ ഒരു കമ്മ്യൂണിസ്റ്റ് ആണ് സവർക്കർ എന്ന് പറയുന്ന പ്രചരണം പണ്ട് മുതലേ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് പല കമ്മ്യൂണിസ്റ്റ് നേതാക്കളുമായിട്ട് വലിയ അടുപ്പമുണ്ടായിരുന്നു. പല കമ്മ്യൂണിസ്റ്റ് നേതാക്കളും ഇദ്ദേഹത്തെ പല പരിപാടിയിൽ കൊണ്ടുവന്ന് ആദരിച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള കുറേയധികം ചരിത്രമുള്ള ഒരാളാണ് സവർക്കർ. അപ്പോൾ പിന്നെ അത് മാത്രമല്ല, ഇന്ദിരാഗാന്ധി എന്താണ് സവർക്കറിനെ കുറിച്ച് പറഞ്ഞത്? അതിപ്പോ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ പ്രചരിക്കുന്നുണ്ട്. അതെന്തായാലും ഒന്നും കൂടി പറയേണ്ടിയിരിക്കുന്നു. അത് ഇസ്ലാമിസ്റ്റുകൾ ഒരിക്കലും പറയാത്തൊരു കാര്യമാണത്. വീർ സവർക്കർസ് ഡയറിംഗ് ഡിഫൈൻസ് ഓഫ് ദ ബ്രിട്ടീഷ് ഗവൺമെന്റ് ഹാസ് ഇറ്റ്സ് ഓൺ ഇമ്പോർട്ടൻസ് ഇൻ ദ ആനൽസ് ഓഫ് അവർ ഫ്രീഡം മൂവ്മെന്റ്. ഐ വിഷ് സക്സസ് ടു ദ പ്ലാൻസ് ടു സെലിബ്രേറ്റ് ദ ബർത്ത് സെനിറ്ററി ഓഫ് ദ റിമാർക്കബിൾ സൺ ഓഫ് ഇന്ത്യ എന്നാണ് ഇന്ദിരാഗാന്ധി, ശ്രീമതി ഇന്ദിരാഗാന്ധി 1980 മെയ് 21 പറഞ്ഞിരിക്കുന്ന ഒരു കത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പൊ ഇത്തരത്തിൽ കുറേ അധികം ചരിത്രമുള്ള ആ ചരിത്രത്തെ ഡിസ്റ്റോർട്ട് ചെയ്തിട്ടാണ് യഥാർത്ഥത്തിൽ നമ്മൾക്ക് മുമ്പിൽ പല ആളുകളും എത്തിക്കുന്നത്. പ്രധാനമായിട്ടും ആരാ അത് എത്തിക്കുന്നത്? ഇസ്ലാമിസ്റ്റുകളും അടിമക്കമ്മികളായിട്ടുള്ള കുറേയധികം CPMകാർക്കും ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും പറയാൻ പറ്റില്ല. കാരണം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മറ്റു കാര്യങ്ങൾക്കൊന്നും പ്രസക്തി ഉണ്ടാവില്ല. ശരിയാണ്, സവർക്കർ മാപ്പപേക്ഷ നൽകിയിട്ടുണ്ട്, ശരിയാണ്. 5 തവണ സവർക്കർ മാപ്പപേക്ഷ നൽകിയിട്ടുണ്ട്. സവർക്കർ മാത്രമാണോ മാപ്പപേക്ഷ നൽകിയത്? തടവ് ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട കുറേയധികം ആളുകൾ ഉണ്ടായിരുന്നു, അവരൊക്കെ മാപ്പപേക്ഷ നൽകിയിട്ടുണ്ടല്ലോ. എന്തുകൊണ്ട് സവർക്കർ മാപ്പപേക്ഷ നൽകി? അയാൾ 50 വർഷമാണ് ജയിലിലിട്ടത്, തടവ് ശിക്ഷയ്ക്കായിട്ട് ജയിലിലിട്ടത്. ഏതാണ്ട് കുറേയധികം വർഷം ഞാൻ നേരത്തെ പറഞ്ഞുള്ള നരകയാതന, D എന്ന് പറയുന്ന ഒരു പേരിൽ, അതായത് ഡേഞ്ചറസ് പ്രിസണർ എന്നുള്ള രീതിയിലാണ് ഒരു പ്രത്യേക പരിഗണനയാണ് സവർക്കർക്ക് നൽകിയിട്ടുള്ളത്. ആദ്യ തവണ ഇദ്ദേഹം ക്ലിമൻസി പെറ്റീഷൻ നൽകുന്നു. ബ്രിട്ടീഷുകാർക്ക് വിശ്വാസമില്ല, കാരണം ഇവൻ വല്ലാത്ത സാധനമാണ്, ഭയങ്കര സ്ട്രാറ്റജിക് ബുദ്ധിയാണ് സവർക്കറിന്, അതുകൊണ്ട് നമ്മളെ പറ്റിക്കാനായിട്ട് എഴുതുന്ന ക്ലിമൻസി ആയിരിക്കും ഇത് എന്ന് വിചാരിച്ചിട്ട് 1, 2, 3 തവണ എഴുതിയിട്ട് ബ്രിട്ടീഷുകാർക്ക് വിശ്വാസം വരുന്നില്ല. എങ്ങനെയൊക്കെ എഴുതിയിട്ട് ബ്രിട്ടീഷുകാർക്ക് വിശ്വാസം വരുന്നില്ല, ഇവനെ പുറത്തിറക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രശ്നം ചെയ്യില്ല, വീണ്ടും കലാപകാരി ആകും എന്ന് അവർക്ക് വിശ്വാസം വരട്ടെ. അങ്ങനെ എഴുതിയാണ് സവർക്കർ അവസാനം പുറത്തിറങ്ങിയത്. അപ്പൊ അത്രമാത്രം സവർക്കറിനെ ബ്രിട്ടീഷുകാർ പേടിച്ചിരുന്നു എന്ന് പറയുന്നത് ഒരു വാസ്തവമാണ്. മഹാത്മാഗാന്ധിയോ ജവഹർലാൽ നെഹ്റുവോ ജയിലിൽ കിടക്കാത്തടത്തോ അതിലും കൂടുതൽ കാലം അവർ കടന്നിട്ടുണ്ട്, ഏതാനും കുറച്ച് വർഷങ്ങളൊക്കെ, അതിലും കൂടുതൽ കാലം സവർക്കർ ജയിലിൽ കിടന്നിട്ടുണ്ട്. അവരൊന്നും അനുഭവിക്കാത്ത പീഡനങ്ങൾ സവർക്കർ ജയിലിൽ അനുഭവിച്ചിട്ടുണ്ട്. അതും ബ്രൂട്ടൽ ആയിട്ടുള്ള പീഡനങ്ങൾ അനുഭവിച്ചിട്ടുണ്ടെന്ന് പറയുന്ന ഒരു യാഥാർത്ഥ്യമാണ്. സവർക്കറിന്റെ മേഴ്സി പെറ്റീഷനിൽ അദ്ദേഹം എഴുതിയ ഒരു കാര്യമുണ്ട്. ഇറ്റ് ഈസ് പിറ്റി ദാറ്റ് ഐ ഹാവ് ടു ആസ്ക് ഫോർ ദിസ്. ഇറ്റ് ഈസ് സച്ച് എ ഫണ്ടമെന്റൽ റൈറ്റ് ഓഫ് എവറി ഹ്യൂമൻ ബീയിങ്. എല്ലാ മനുഷ്യന്റെയും അവകാശമാണ് ഇത്തരത്തില് ഒരു ക്ലിമൻസി പെറ്റീഷൻ എഴുതുക, നമ്മൾ വെറുതെ വിടണം എന്ന് പറയുന്നത് അന്നത്തെ കാലത്തെ എല്ലാ തടവ് ശിക്ഷക്ക് വിധിക്കപ്പെട്ട ആളുകളുടെയും അവർ ചെയ്തുകൊണ്ടിരുന്നതായിരുന്നു. അതിനപ്പുറം അതൊരു മനുഷ്യന്റെ, കാരണം ബ്രിട്ടീഷുകാർ ചെയ്യുന്നതൊന്നും നല്ലതല്ലല്ലോ, മനുഷ്യവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാ മനുഷ്യന്റെയും ഫണ്ടമെന്റൽ റൈറ്റ് ആണ് പിടിക്കപ്പെട്ട ബ്രിട്ടീഷിന്റെ പീഡനങ്ങളിൽ നിന്ന് വിമോചിക്കപ്പെടണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷെ ഞാനതിൽ പിറ്റി എന്നും അദ്ദേഹം പറയുന്നുണ്ട്, എനിക്ക് വല്ലാത്ത നിരാശയുണ്ട് ഇത് ചോദിക്കുന്നതിൽ നിന്നും അദ്ദേഹം പറയുന്നുണ്ട്. അപ്പൊ ഇത്തരത്തിൽ ഇങ്ങനെയൊക്കെയുള്ള ഒരു ചരിത്രമുള്ള സവർക്കറിനെ എങ്ങനെയാണ് ഈ നാട്ടിലെ ഇസ്ലാമിസ്റ്റുകളും ഇടത് കമ്മി കൂട്ടരും, ഞാൻ പറഞ്ഞത് നല്ല കമ്മ്യൂണിസ്റ്റുകാർ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം AKG പോലുള്ള അല്ലെങ്കിൽ മറ്റു പല EMSനെ പോലുള്ള ആളുകളൊക്കെ സവർക്കറിന്റെ എത്രമാത്രം സംഭാവനയാണ് ഇദ്ദേഹം സ്വാതന്ത്ര്യ സമരത്തിന് നൽകിയിട്ടുള്ളതെന്ന് കൃത്യമായിട്ടും ഓർമ്മിച്ചിട്ടുള്ള ആളുകളാണ്. പക്ഷെ ഇപ്പോഴത്തെ അല്ലെങ്കിൽ പുതിയ സത്യാനന്തര കാലത്തെ ചില ബുദ്ധിജീവി കമ്മികൾക്ക് അത് അംഗീകരിക്കാൻ പറ്റില്ല എന്ന് പറയുന്ന ഒരു യാഥാർത്ഥ്യമാണ്. കാരണം എന്തുകൊണ്ടാണെന്നോ ഐശ്വര്യ തുടക്കം പറഞ്ഞതാണ് അതിന്റെ യാഥാർത്ഥ്യം. കാരണം പേടിയാണ്, കൈ പോയാരോ എന്നുള്ള ഭയം ഉണ്ടല്ലോ. അതുകൊണ്ട് പലർക്കും പല നിലപാടുകൾ വിമർശിക്കുന്നത് ഒരു ആസ്പെക്ടിൽ നോക്കി നല്ലതല്ലേ ഗൗതമി? ഇപ്പോ ഇവര് മേഴ്സി പെറ്റീഷനെ വിമർശിക്കുന്നവര് സമ്മതിച്ചു കൊടുക്കുന്നത് എന്താണ്? ഈ 50 വർഷത്തെ
തടവ് ജീവിതവും 10 വർഷത്തെ സെല്ലുലാർ ജയിലും പ്രസിഡന്റും ഒക്കെ ശരിയായിരുന്നു എന്നുള്ളത് കൊണ്ടല്ലേ മേഴ്സി പെറ്റീഷൻ എഴുതേണ്ടി വരുന്നത് അവിടെ. അപ്പൊ ഇവർ ഇപ്പുറത്തെ ഇവിടെ വിമർശിക്കുന്നവർ സമ്മതിക്കുന്നത് എന്താണ്? 50 വർഷം അദ്ദേഹം കിടന്നു എന്നുള്ളത് തന്നെയല്ലേ. അപ്പൊ പിന്നെ എന്താണ് അതില് തെറ്റായിട്ട് വരുന്നത്? 50 വർഷം സവർക്കർ കിടന്നിട്ടില്ല. അദ്ദേഹം അതിനിടയിൽ മേഴ്സി പെറ്റീഷൻ എഴുതിയിട്ട് അദ്ദേഹത്തെ വെറുതെ വിട്ടു. അതൊരു കരാറിന്റെ അടിസ്ഥാനത്തിൽ വെറുതെ വിട്ടതാണ്. സവർക്കറിനെ വെറുതെ വിടുമെങ്കിൽ മാത്രമേ നമ്മൾ ചേരുള്ളൂ. ബോംബെയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു കരാറുണ്ടായിരുന്നു, ചേരുള്ളൂ എന്ന് ബ്രിട്ടീഷുകാർക്ക് ബ്രിട്ടീഷുകാരിൽ നിന്ന് അനുവാദം വാങ്ങിയതിനു ശേഷമാണ് സവർക്കറിനെ വിടുന്നത്. പിന്നീട് രത്നഗിരിയിലേക്ക് കൊണ്ടുവരുന്നു. കുറെ നാൾ വീട്ടു തടങ്കലിൽ കഴിയുന്നു. മറ്റ് യാതൊരു തരത്തിലുള്ള പൊളിറ്റിക്കൽ ആക്ടിവിറ്റിയിലും അദ്ദേഹത്തിന് ഇടപെടാൻ പറ്റുന്നില്ല. പിന്നീട് കുറെ വർഷങ്ങൾക്ക് ശേഷമാണ്, എനിക്ക് തോന്നുന്നു 1937 പരിപൂർണമായിട്ടും സവർക്കർ സ്വതന്ത്രനാവുന്നത്. ഈ ജയിലിൽ നിന്ന് പുറത്തു വന്നതിന് ശേഷം അദ്ദേഹത്തിന്റെ പ്രവൃത്തി എന്തായിരുന്നു? അദ്ദേഹം ഇവിടെ ഏതെങ്കിലും രീതിയിലുള്ള ബ്രാഹ്മണിക്കൽ ഹെജിമണി പ്രചരിപ്പിക്കുന്ന ആളൊന്നും ആയിരുന്നില്ല. അദ്ദേഹം ഇവിടെ കൃത്യമായിട്ട് അൺടച്ചബിലിറ്റിക്കെതിരെ, ജാതീയതക്കെതിരെ പ്രവർത്തിച്ച ഒരാളാണ് ഈ സവർക്കർ എന്ന് പറയുന്നത്. എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണമെന്നും എല്ലാവർക്കും ഒരുമിച്ചിരുന്നിട്ട് ഒരു പരിപാടിയിൽ പങ്കെടുക്കണം എന്നൊക്കെ വാദിച്ച ഒരാളാണ് സവർക്കർ. അതിനുവേണ്ടി പ്രവർത്തിച്ചിട്ടുള്ള ഒരാളാണ് സവർക്കർ. പശു സവർക്കറിന്റെ കൊച്ചുമകൻ തന്നെ കഴിഞ്ഞ ദിവസം കോടതിയിൽ പറയുകയുണ്ടായി, രാഹുൽ ഗാന്ധിക്കെതിരെ ഒരു അപകീർത്തി കേസ് ഇപ്പൊ നിലനിൽക്കുന്നുണ്ട്. ഈ സവർക്കറിനെ അവഹേളിച്ചു എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു കേസ്. അതില് കോടതിക്ക് മുമ്പാകെ ഈ കൊച്ചുമകൻ വന്നിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്. കൊച്ചുമകൻ വന്ന് പറഞ്ഞത് കൊണ്ട് മാത്രമല്ല, ഇതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. പശുവിനെ ആരാധിക്കേണ്ട ഒരു മൃഗമല്ല പശു, അല്ലെങ്കിൽ ഒരു മൃഗങ്ങളും ആരാധിക്കപ്പെടേണ്ട ഒന്നല്ല. കാരണം അത് നമ്മൾ ദൈവീകതയെ അപമാനിക്കുന്നതിന് തുല്യമാകും മൃഗങ്ങളെ ആരാധിക്കണം എന്ന് പറയുന്നത് എന്ന രീതിയിൽ അഭിപ്രായം പങ്കുവച്ചിട്ടുള്ള ഒരാളാണ് സവർക്കർ. പശു, ബീഫ് കഴിക്കുന്ന കൺസ്യൂം ചെയ്തിട്ടുള്ള ഒരാളാണ് സവർക്കർ. അപ്പൊ ഇത്തരത്തിലുള്ള കുറെ അധികം ക്വാളിറ്റികൾ, കുറച്ചും കൂടി ഞാൻ പറയുകയാണെങ്കിൽ എന്തുകൊണ്ടാണ് സവർക്കറിനെ ഹിന്ദുത്വവാദിയായ കമ്മ്യൂണിസ്റ്റ് എന്ന് വിളിക്കുന്നതിന്റെ കാരണം എന്ന് പറയുന്നത് കുറച്ചും കൂടി ലെഫ്റ്റ് ഓറിയന്റഡ് ആയിട്ടുള്ള ചിന്തകൾ. ഉദാഹരണത്തിന് ജാതീയതയ്ക്കെതിരെ പോരാടുന്നു, ബീഫ് കഴിക്കുന്നതിൽ തെറ്റില്ല എന്ന് പറയുന്നു, പശുവിനെ ആരാധിക്കേണ്ട എന്ന് പറയുന്നു. ഇങ്ങനെയുള്ള കുറെ അധികം സാമൂഹിക നവോത്ഥാന പ്രവർത്തനങ്ങളിൽ ഇടപെട്ടിട്ടുള്ള ഒരാളാണ് സവർക്കർ. അതുകൊണ്ട് അദ്ദേഹത്തിന് ഇത്തരത്തിലുള്ളൊരു മുഖം കൂടിയുണ്ട്. അത് തീർച്ചയായിട്ടും ഇസ്ലാമിസ്റ്റുകൾക്കൊന്നും സഹിക്കില്ലെന്നേ. ഇവിടെ യഥാർത്ഥത്തിൽ നിങ്ങൾ സവർക്കറിനെ മഹത്വവൽക്കരിക്കണം. ഇപ്പം ഭഗത് സിംഗിനെ മറന്നുകൊണ്ട്, അല്ലെങ്കിൽ സുഭാഷ് ചന്ദ്രബോസിനെ മറന്നുകൊണ്ട്, മഹാത്മാഗാന്ധിയെ മറന്നുകൊണ്ട് സവർക്കറിനെ മാത്രം മഹത്വവൽക്കരിക്കണം എന്ന് ഇവിടെ ആരും പറയുന്നില്ല. പക്ഷേ കംപ്ലീറ്റ്ലി സവർക്കറിന്റെ സംഭാവനകൾ, അദ്ദേഹം ചെയ്ത പ്രവർത്തികൾ മൊത്തം ക്യാൻസൽ ചെയ്യണം എന്ന് പറയുന്ന ഒരു ക്യാൻസൽ കൾച്ചർ ഉണ്ട്. അതിനോട് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് ഞാൻ വ്യക്തിപരമായിട്ട് പറഞ്ഞിട്ടുള്ളത്. അത്തരത്തിൽ അംഗീകരിക്കപ്പെടേണ്ട എന്ന് പറഞ്ഞിട്ട് മനഃപൂർവ്വം അദ്ദേഹത്തെ തിരസ്കരിക്കുന്നുണ്ടെങ്കിൽ അതിന് പ്രത്യേകമായിട്ടൊരു അജണ്ടയുണ്ട്. അത് ഏറ്റവും കൂടുതൽ ഇവിടെ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്നത് ഇസ്ലാമിസ്റ്റുകളാണ്. തീർച്ചയായിട്ടും സവർക്കർ എന്ന് പറയുന്ന പേര് മായ്ച്ചു കളയണമെന്നൊന്നുമില്ല. അദ്ദേഹത്തെ പഠിക്കണ്ട എന്നുണ്ടെങ്കിൽ ഈ പെറ്റീഷനും കൂടി പഠിക്കാണ്ടിരിക്കണമല്ലോ. മേഴ്സി പെറ്റീഷൻ മാത്രമായിട്ട് എന്തിനാണ് ചരിത്രത്തിലുള്ളത്? സവർക്കറുടെ എല്ലാം ആരെയും മഹത്വവൽക്കരിക്കണ്ട. ആരെ പറ്റിയിട്ടാണെങ്കിലും മഹത്വവൽക്കരിക്കാതെ പഠിക്കാനുള്ള അവകാശമുണ്ട് തീർച്ചയായിട്ടും. നമ്മുടെ ഇവിടുത്തെ നല്ലത് പറയരുത്. കേരളത്തിലെ സവർക്കർ എന്തുകൊണ്ടും വീർ സവർക്കർ എന്ന് പറയുന്ന പേരിന് പരിപൂർണമായിട്ടും അർഹനാണ്. ഒരു തർക്കമില്ല കാര്യത്തിൽ, നിസ്തർക്കമായിട്ടുള്ള കാര്യമാണ്. വീർ സവർക്കർ എന്ന് പറയുന്ന പേരിന് അദ്ദേഹം പൂർണ്ണമായിട്ടും അർഹനാണ്. ഇപ്പം അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുമ്പോൾ, ഇപ്പോൾ 1910 ലണ്ടനിൽ നിന്ന് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നു. അറസ്റ്റ് ചെയ്യുന്നത് 13 മാർച്ചിനാണ്. തിരിച്ച് അദ്ദേഹത്തെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുമ്പോൾ 8 ജൂലൈ 1910 SS മൊറിയ എന്ന് പറയുന്ന ബ്രിട്ടീഷ് ഷിപ്പിൽ നിന്ന് ഇദ്ദേഹം ചാടുകയാണ്, കടലിൽ നിന്ന് ചാടുകയാണ്. ഒന്ന് ടോയ്ലറ്റ് പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹം അവിടുന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ്. അപ്പൊ ഇത്തരത്തിലുള്ള ഭയങ്കര വീരകൃത്യങ്ങൾ ചെയ്തിട്ടുള്ള, പിന്നീട് അദ്ദേഹം ഫ്രാൻസിലാണ് പോകുന്നത്. പിന്നീട് ഫ്രാൻസ് ഗവൺമെന്റുമായിട്ട് ബ്രിട്ടീഷ് ഗവൺമെന്റുമായിട്ട് ചെറിയ ലീഗൽ ഡിസ്പ്യൂട്ട് ഒക്കെ ഉണ്ടായി. ഇയാൾ എങ്ങനെ കാരണം മറ്റൊരു ഭൂമിയിലെ മറ്റൊരു രാജ്യത്ത് എത്തിപ്പെട്ടിരിക്കുകയാണല്ലോ. അങ്ങനെയുള്ള കുറെ ലീഗൽ ഡിസ്പ്യൂട്ട് നിലനിൽക്കുന്നുണ്ട്. ഈ ഒരു ജമ്പ് എന്ന് പറയുന്നത് വളരെ ഹിസ്റ്റോറിക് ആയിട്ടുള്ള ജമ്പായിട്ടാണ് പല ചരിത്രകാരന്മാരും വിശേഷിപ്പിക്കുന്നത്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരാളെ ക്ലിമൻസി പെറ്റീഷൻ എഴുതി കൊടുത്തു എന്നതിന്റെ പേരിൽ മാത്രം നിങ്ങൾ ഷൂ നക്കിയെന്നും മറ്റേതും മറിച്ചേതുമാണെന്ന് പറഞ്ഞ് കളിയാക്കുകയും കംപ്ലീറ്റ്ലി ക്യാൻസൽ കൾച്ചറും, അയാളുടെ മറ്റു സംഭാവനകൾ ഒന്നും കാണേണ്ട എന്നുള്ള രീതിയിൽ ഉള്ള പ്രവർത്തികൾ ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. അത് ചെയ്യുന്നത് ഇടത് ജിഹാദി ഇസ്ലാമിസ്റ്റ് കമ്മി കൂട്ടങ്ങളാണ്. AKG പോലും ഈ നിലപാടുണ്ടായിരുന്നില്ല. മഹാനായിട്ടുള്ള AKG ഞാൻ പറഞ്ഞല്ലോ പിന്തുണച്ചതാണ് സവർക്കറിനെ. അദ്ദേഹത്തിന്റെ സംഭാവനയായി കുറെ പേര്, 78ഓളം പേര് എതിർത്തപ്പോ AKG വോട്ട് ചെയ്ത ആളാണ് സവർക്കർക്ക് വേണ്ടിയിട്ട് 1957 പാർലമെന്റിൽ.
കഷ്ടമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലുള്ള ഐശ്വര്യക്കും എനിക്കും അതുപോലുള്ള കുറെ അധികം സുഹൃത്തുക്കളുണ്ട് നാട്ടിൽ. ഒരു കുന്തവും പിണ്ണാക്കും അറിയാതെ ഷൂ നക്കി എന്നും പറഞ്ഞ് സവർക്കറിനെ കളിയാക്കുന്ന, നിങ്ങളുടെ ആ കളിയാക്കൽ തുടരുക എന്നാണ് പറയാനുള്ളത്. എന്തായാലും ഈ ചോദ്യപേപ്പർ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് അധ്യാപകരെ സസ്പെൻഡ് ചെയ്തത് തീർച്ചയായിട്ടും നല്ലൊരു നടപടിയാണ്. UDF സർക്കാരിന് അഭിനന്ദിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. കാരണം കൈവെട്ട് ഒഴിവാക്കിയല്ലോ.